വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടീ ടൈം സ്നാക്കാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക്, അതും നമ്മുടെ റേഷൻ കടയിൽ നിന്നും സപ്ലൈകോയിൽ നിന്നും ഒക്കെ കിട്ടുന്ന നമ്മുടെ സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിനായിട്ട് നമ്മുടെ സപ്ലൈകോയുടെ ആട്ടാപ്പൊടി എടുത്തിട്ടുണ്ട്. അതാ ഈ ഗ്ലാസ്സിനൊരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം ഒരേ സ്പൂണിനാണേ. 1/2 സ്പൂൺ ഉപ്പ്, ഇത് 3 ഒരേ സ്പൂണിൻ്റെ അളവ് പോലാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൊടി അത് നമുക്ക് ആ സ്പൂൺ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണേ. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ട. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 4 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അത് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ എന്തായാലും മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് പതച്ചെടുത്താലും മതി. ഞാൻ അങ്ങനെയും കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത്രയും അങ്ങ് പതയത്തില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ കേക്കിനൊരു മാറ്റം ഉണ്ടാവില്ല. ഇനി നമുക്കൊരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 1 കപ്പ് മൈദ എടുത്തില്ലേ, ഗോതമ്പ് പൊടി എടുത്തില്ലേ, അതിന് 1/4 കപ്പ് പഞ്ചസാര, അത് പല പ്രാവശ്യമായിട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുമിച്ച് എല്ലാ പഞ്ചസാര, ഞാൻ പൊടിച്ച പഞ്ചസാര അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പൊടിക്കാത്ത പഞ്ചസാര. മെനക്കേടില്ലാതെ എങ്ങനെ കേക്ക് ഉണ്ടാക്കാം, അതാണ് നമ്മുടെ പരീക്ഷണം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും കേക്കിന്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ 1/2 കപ്പ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ മെഷറിംഗ് ടൂൾസ് ഒന്നുമില്ല, വീട്ടിൽ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ഈ അളവെല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടത് പതഞ്ഞ് വന്നിട്ടുണ്ട്, മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഗോതമ്പ് പൊടി ചേർക്കുമ്പോഴും പല പ്രാവശ്യമായിട്ട് ചേർക്കണം. അപ്പം ആ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഞാൻ 3 പ്രാവശ്യമായിട്ട് ചേർത്ത്, ഓരോ പ്രാവശ്യവും ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് വേണം അടുത്തത് ഇട്ട് കൊടുക്കാൻ. അത് ഞാൻ സ്പൂൺ വെച്ച് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്, അല്ലാതെ മറ്റ് ഒന്നും എൻ്റെ കയ്യിലില്ല. സ്പൂണും ഗ്ലാസും പിന്നെ അധികം ഉണ്ടെന്ന് പറയാൻ ഒരു ബീറ്റർ മാത്രമേ ഉള്ളൂ. ആ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ബീറ്റർ വേണ്ട, സ്പൂൺ വെച്ച് നിങ്ങൾ പതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ മാവൊന്ന് കുഴച്ചെടുത്തപ്പോൾ ഇത്തിരി ടൈറ്റായിട്ട് തോന്നി. അതിനായിട്ട് ഞാനൊരു കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു. ഒരു 4 സ്പൂൺ പാൽ, സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുത്ത്, നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നിങ്ങൾക്കത് ലൂസാവുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് വെള്ളം ആവാൻ പാടില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം. അതിൻ്റെ അടിഭാഗത്തും സൈഡുകളിലും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടായി അതിൻ്റെ പുറത്താണ് കുക്കർ വെച്ച് കൊടുത്തത്. 30 മിനിറ്റിന് ശേഷം കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു. ശ്രദ്ധിക്കണം, കുക്കർ നേരെ എടുത്ത് അങ്ങ് ഗ്യാസിലോട്ട് വെച്ചേക്കരുത്, കരിഞ്ഞു പോവും. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഒരു പാൻ, നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാനോ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലോ വെച്ചിട്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. നമ്മുടെ കുക്കർ വെക്കുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ കുക്കർ വെക്കണം. കുക്കർ വെക്കുമ്പോൾ വിസിലും വാഷറും മാറ്റിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 25 മുതൽ 30 മിനിറ്റിനകം എൻ്റെ ഈ കേക്ക് റെഡിയായി കിട്ടി. അപ്പോൾ ഇതൊരു 3/4 കിലോ കേക്കാണ്. അപ്പോൾ നമുക്ക് ആ 1 കപ്പ്, എൻ്റെ കയ്യിലിരുന്ന ആ ഗ്ലാസ്സില്ല, ആ സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി വെച്ച് നമുക്കൊരു 3/4 കിലോയുടെ കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ടീ ടൈം സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബൈ ബൈ.